സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദമ്പതികളാണ് സൗഭാഗ്യ വെങ്കടേഷും അർജുൻ സോമശേഖറും. ഫാമിലി വ്ളോഗിംഗ് ആണ് പ്രധാനമായും ഇരുവരും ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇരുവരുടെയും കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് പരിചിതരാണ്. അടുത്തിടെയായി അർജുൻ്റെയും സൗഭാഗ്യയുടെയും ഫാമിലി ഫോട്ടോകളിൽ രണ്ട് പുതിയ ആളുകളെ കൂടി കാണാം. അതൊരു അമ്മയും കുഞ്ഞുമാണ്. വിദ്യ എന്നാണ് സ്ത്രീയുടെ പേര്. അവരുടെ മകളാണ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി. അർജുൻ്റെ ചേട്ടനുമായി വിദ്യയുടെ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അർജുൻ്റെയും സൗഭാഗ്യയുടെയും ഫാമിലി ഫോട്ടോകളിൽ വിദ്യയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഒരു അടിസ്ഥാനവുമില്ലാത്ത വിവരങ്ങളാണ് വിദ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതെന്ന് പറയുകയാണിപ്പോൾ അർജുനും സൗഭാഗ്യയും. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ചേട്ടനും ഞാനും തമ്മിൽ 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലാതെ ഉടനെ തന്നെ ചേട്ടനോട് പോയി കല്യാണം കഴിക്കാൻ ഞാൻ പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഉത്തരം പറയാനും എനിക്ക് അവനോട് പറയാൻ പറ്റില്ല. ചേട്ടൻ ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം പറയും, അല്ലാതെ ചേട്ടൻ ഒളിപ്പിച്ചു വെച്ചതല്ല. ഡാൻസ് പഠിക്കാൻ വന്നപ്പോൾ ചേട്ടനും വിദ്യയും കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ചു എന്നൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിച്ചത്. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാനാണ്? കല്യാണം ഉടനെ ഉണ്ടാകും, അപ്പോൾ എല്ലാവരെയും അറിയിക്കാം. അർജുൻ പറഞ്ഞു. കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ മരണങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. സിനിമയിൽ കാണുന്നത് പോലെയായി ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള 2 വർഷം എല്ലാവരും കൂടി ചേർന്ന് സന്തോഷിച്ച് പൊളിച്ചു. സൗഭാഗ്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ സന്തോഷം എൻ്റെ ചേട്ടനും ചേച്ചിക്കുമായിരുന്നു. ആശുപത്രിയിൽ പോയി കൺഫേം ചെയ്യും മുമ്പ് അവർ സ്വീറ്റ്സ് വാങ്ങി വിതരണം ചെയ്തു. പ്രഗ്നൻ്റ് അല്ലെന്നെങ്ങാനും റിസൾട്ട് വന്നാൽ മൂഡ് ഔട്ട് ആകരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് പക്ഷേ വിശ്വാസമായിരുന്നു. ആ ആളുകൾ മോളെ കാണാൻ ഇപ്പോൾ നമുക്കൊപ്പം ഇല്ലെന്നത് സങ്കടം തന്നെയാണ്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ചേട്ടന് മോൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞ് വരുമ്പോഴുള്ള ഇവരുടെ സന്തോഷം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. സൗഭാഗ്യയുടെ അമ്മമ്മയും എൻ്റെ ചേട്ടത്തിയുമായെല്ലാം വളരെ സ്നേഹത്തിലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പഴയ അഭിമുഖങ്ങളും ഇപ്പോഴത്തെ അഭിമുഖങ്ങളും കണ്ടാൽ ബാലയെയും അമൃതയും പോലെ തോന്നുന്നുവെന്നും കമൻറ്റുകളുണ്ടായിരുന്നു. അവരെയും വെറുതെ വിട്ടിട്ടില്ല. മറന്നിരിക്കുന്ന അവരെയും അത് ഓർമ്മിപ്പിക്കുകയാണെന്നും അർജുനും സൗഭാഗ്യയും പറഞ്ഞു. കോവിഡ് കാലത്താണ് അർജുൻ്റെ മാതാപിതാക്കളും ചേട്ടൻ്റെ ഭാര്യയും അസുഖം ബാധിച്ചു മരിച്ചത്. ചേട്ടൻ്റെ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെയാണ് സൗഭാഗ്യ സ്നേഹിക്കുന്നത്. ഞാൻ എത്ര തന്നെ തലകുത്തി നിന്നാലും എനിക്ക് അവരുടെ അമ്മയാകാൻ പറ്റില്ല. അമ്മയെന്നും അമ്മ തന്നെയാണ്. പക്ഷേ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആ ഫീല് വല്ലാത്ത തോന്നിപ്പിക്കാൻ നമുക്ക് പറ്റും. ചിലർ വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അനുവിനിതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, പൈസ ഉണ്ടാക്കാനാണോ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതേ എന്ന് ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ആളുകളുമുണ്ട് നമുക്ക് ചുറ്റുമെന്ന് സൗഭാഗ്യ പറയുന്നു. എന്നെ അർജുൻ ചേട്ടൻ്റെ കുടുംബത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം വലിയ കുടുംബം, പരസ്പരം നല്ല സ്നേഹവും സഹകരണവും ഉള്ളവർ എന്നതായിരുന്നു. ഇതുപോലൊരു ഫാമിലിയിലേക്ക് മോളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നതായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബലമായിരുന്ന ആളുകൾ ചെറിയ കാലയളവിനുള്ളിലാണ് പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയത്. ഫിനാൻഷ്യലി പ്രിപ്പയർ ആകാതെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിലടക്കം തീരുമാനിച്ചിരുന്നു ഞങ്ങൾ. അങ്ങനെ പ്ലാൻ ചെയ്താണ് കൺസീവ് ആയതും. അങ്ങനെ ഞാൻ 5-ാം മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണം അടക്കം നടക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു. എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നത് പോലും അറിയില്ലായിരുന്നു. മാത്രമല്ല കോവിഡ് സമയത്ത് ഏറെക്കാലം ഞങ്ങൾ 2 പേരും 2 വീട്ടിലാണ് താമസിച്ചിരുന്നത്. മരണങ്ങൾ നടന്നപ്പോൾ അർജുൻ ചേട്ടനൊപ്പം നിൽക്കാനും പറ്റിയില്ല. അദ്ദേഹം ഒറ്റയ്ക്കായി. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളും എന്നെ വിഷമിപ്പിച്ചു. നിന്റെ ലക്കാണ് അർജുൻ ചേട്ടനല്ല മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ നിന്നെ അപ്പോൾ തന്നെ കൊണ്ടുപോയി കളഞ്ഞേനെ. കാരണം നീ ആ ഫാമിലിയിൽ ചെന്ന ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അന്ന് ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നിയോന്ന് അവസാനം ഞാൻ അർജുൻ ചേട്ടനോട് തന്നെ ചോദിച്ചു. നമ്മുടെ സർക്കിളിലുള്ളവർ തന്നെയാണ് വിഷം. ഞാനും അർജുൻ ചേട്ടനും കുടുംബാംഗങ്ങളും എല്ലാം തമ്മിൽ സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അത് നാട്ടുകാർക്ക് മുന്നിൽ തെളിയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. സ്നേഹം കാണിച്ചാൽ ഓവർ ആക്ട് ആണെന്നും പറയും. വീട്ടിലിരുന്നാൽ ഡിവോഴ്സായെന്ന് പറയുമെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർത്തു. വിവാഹ സമയത്ത് അനുഭവിച്ച നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ചും ഇരുവരും മനസ്സ് തുറന്നു. കാണുന്നവർക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? എൻ്റെ വിവാഹ സമയത്ത് അർജുൻ ചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടില്ലെന്നും മുഴുവൻ സൗഭാഗ്യയുടെ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണെന്നുമെല്ലാമായിരുന്നു ആളുകളുടെ കമൻറ്റ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും ആളുകളും കുറവായിരുന്നു. അർജുൻ ചേട്ടൻ്റെ ആളുകളായിരുന്നു കൂടുതൽ. എൻ്റെ സുഹൃത്തായ ഒരു കുട്ടി മാത്രമാണ് വന്നത്. പിന്നെ ആരോ മാർക്കിട്ട് അച്ഛൻ അമ്മ എന്നൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. കല്യാണ സമയത്ത് പങ്കെടുത്തവരിൽ 70% ആളുകളും അർജുൻ ചേട്ടൻ്റെ ആളുകളായിരുന്നു. പക്ഷേ പ്രചരിച്ചത് അർജുൻ സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും മൈൻഡ് ചെയ്യുന്നില്ല,
താര കല്യാണിനൊപ്പം തന്നെയാണ് എന്നൊക്കെയാണ്. കല്യാണം കഴിഞ്ഞ സമയത്തെ കമൻറ്റ് ബോക്സിൽ ബോഡി ഷെയ്മിങ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നെ വിവാഹത്തിന് പന്തലിലേക്ക് കൊണ്ടുപോയത് തന്നെ അർജുൻ ചേട്ടൻ്റെ കുടുംബമാണ്. കാരണം എൻ്റെ അമ്മ സിംഗിൾ മദറല്ലേ. അമ്മയ്ക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. ഞാനൊരു ഷീൽഡ് ഇട്ടാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സർക്കിൾ ബിൽഡ് ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ചേട്ടൻ്റെ സർക്കിളാണ് എൻ്റേതുമെന്നും അനുഭവം വിവരിച്ച് സൗഭാഗ്യ പറഞ്ഞു. സൗഭാഗ്യയുടെ സൗഹൃദങ്ങൾ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ വരുമ്പോൾ അവരുടെ ഭാര്യമാരുമായാണ് വരാറുള്ളത്. സൗഭാഗ്യ ഏറ്റവും കംഫർട്ടബിളായി നിൽക്കുന്നതും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കൂടെയാണ്. അവൾക്ക് അവളുടെ സൗഹൃദങ്ങളെ കാണാൻ വല്ലപ്പോഴും മാത്രമേ അവസരം കിട്ടാറുള്ളൂ. സൗഭാഗ്യ ഗേൾസ് ട്രിപ്പൊക്കെ പോകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അവൾക്കതൊന്നും താല്പര്യമില്ല. സൗഭാഗ്യയും എൻ്റെ കുടുംബവും ആളുകളും എല്ലാം നല്ല കമ്പനിയാണെന്നാണ് അർജുൻ